അപ്പു നോ നോ നോ. അതെ, അവളോട് പറയണ്ടേ കാര്യങ്ങള്. ചേച്ചി അങ്ങോട്ട് പറഞ്ഞാ മതി. ഞാൻ എങ്ങനെ പറയും? ചേച്ചി പറയാന്നേ. അമ്മ ഉള്ളപ്പോ മുതൽ ഇവിടെ വന്നുകൊണ്ടിരുന്നല്ലേ. അച്ഛന്റെ കാര്യങ്ങളെല്ലാം ഒരു ഹോം നേഴ്സിനെ പോലെ കറക്റ്റായി ചെയ്തുകൊണ്ടിരിക്കുന്നവളാ. പെട്ടെന്ന് അവളെ പറഞ്ഞു വിടുക പറയുമ്പോ എനിക്ക് പറയാൻ കഴിയില്ല. പതുക്കെ. അമ്മ മരിച്ചു, ചടങ്ങുകളും കഴിഞ്ഞു. നാളെ നമ്മളെല്ലാവരും ഇവിടുന്ന് പോവും. അച്ഛനേട്ടനൊപ്പം അമേരിക്കയിലേക്കും പോകുന്നു. അതവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇനി അവളെയും കൂട്ടിക്കൊണ്ടു പോകണോ ഏട്ടൻ അമേരിക്കയിലേക്ക്? ഇത് നല്ല കഥ. ശകുന്തളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് പിന്നെ നിനക്കറിയാലോ, അമ്മ മരിച്ച ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഞങ്ങളൊക്കെ ഇന്ന് തന്നെ തിരിച്ചു പോകും. നാളെയാണ് വല്യേട്ടന് ഫ്ലൈറ്റ്. അച്ഛനെ വല്യേട്ടൻ അമേരിക്കയിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ആളിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നാളെ മുതൽ നീ വരണ്ട, അത് പറയാനായിരുന്നു. നീ എന്താ മോളെ കഴിക്കുന്നില്ലേ? വെള്ളം വേണോ നിനക്ക്? ശകുന്തളേ, ഞാൻ പറഞ്ഞു കേട്ടില്ലേ നീ? കേട്ടു ചേച്ചി. മേനോൻ സാർ ഇങ്ങനെ കിടക്കുമ്പോ ഈ അവസ്ഥയിൽ അത്രയും ദൂരം എങ്ങനെയാ യാത്ര ചെയ്യാ? അതൊന്നും നീ അറിയണ്ട, അതിനൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. നീ നാളെ മുതൽ ഇങ്ങോട്ട് വരണ്ട. വേറെ പണി എന്താ വെച്ചാ നോക്കിക്കോ. മനസ്സിലായല്ലോ? പഴയ ഇരുമ്പ്, പ്ലാസ്റ്റിക്, അലുമിനിയം പേപ്പറുകൾ കൊടുക്കാനുണ്ടോ? പഴയ ഇരുമ്പ്, പ്ലാസ്റ്റിക് പേപ്പർ കൊടുക്കാനുണ്ടോ? പഴയ ഇരുമ്പ്. ഇതാ വരുന്നു സാറേ, ഇതാ വരുന്നു. ഇന്ന് നല്ല ചേലിലാണല്ലോ. എന്താ വിശേഷാവോ? ഒരു ചെറിയ ഷെയർ പാർട്ടി. നമ്മുടെ രാഘവേട്ടന്റെ മോളുടെ കല്യാണം കണ്ട് ഉറപ്പിച്ചു. അതിൻ്റെ ഒരു സന്തോഷത്തിലാ. നീ എന്തിനാ വിഷമിക്കണമെന്ന് എനിക്കറിയാം. നല്ല പ്രായത്തിൽ നമുക്കൊരു മോളോ മോനോ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ സന്തോഷിച്ചേനെ. ഏയ് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ കുളിച്ചിട്ട് വരി, നമുക്ക് വല്ലതും കഴിക്കാം. ദീപം 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 ദീപം.
അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഉം. നാളെ മുതൽ ആ മേനോൻ സാറിന്റെ വീട്ടിൽ പണിക്ക് പോണ്ട. ഏ? അവര് വീടും സ്ഥലവും വിറ്റത്ര. ഉം. മേനോൻ സാറിന്റെ മൂത്ത മകനില്ലേ, മകൻ അച്ഛനെ അമേരിക്കയിൽ കൊണ്ടുപോവാ. ആ. ഉം. 4-5 കൊല്ലം മേനോൻ സാറ് ഒരു ഭാഗം തളർന്ന് കിടക്ക. ഇപ്പോൾ ടീച്ചർ അമ്മയും മരിച്ചു. ഉം. അതിന്റെ ചടങ്ങ് തീരും മുമ്പെയാണ് മേനോൻ സാറിന്റെ സ്വത്തുക്കളൊക്കെ മക്കൾ എഴുതി വാങ്ങിയത്. അത് ശരി. ഇനി വയ്യാത്ത കാലത്ത് എന്തിനാ അദ്ദേഹത്തിന് ഇത്ര സ്വത്തൊക്കെ? ഉം. ഇപ്പോ മക്കളെ അമേരിക്കയിലേക്കും കൊണ്ടുപോകണം. അങ്ങനെയാ നല്ല മക്കളായാൽ. എനിക്കതല്ല വിഷമം. ഞാൻ പെട്ടെന്നില്ലാതായ നീ എന്ത് ചെയ്യും സബു? എന്റെ പൊന്നു, അങ്ങനെയൊന്നും പറയല്ലേ. അതിനു മുമ്പ് ഞാൻ മരിക്കില്ലേ? ഓ അത് ശരി. എനിക്ക് മുമ്പ് നീ പോയിട്ട് ഞാനിവിടെ ആരാരുമില്ലാത്തവനായിട്ട് നരകിച്ച് കഴിയാനാണോ? അയ്യോ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങളില്ലാതെ ഞാനുണ്ടാ. ഞാനൊരു തമാശ പറഞ്ഞല്ലേ സഹു. എനിക്ക് നീയും നിനക്ക് ഞാനും. സമയം ഒരുപാടായി. വാ നമുക്ക് പോയി കിടക്കാം. ഉം. അതെ, ഞാനൊന്ന് ബാങ്ക് വരെ പോയിട്ട് വരാം. വരുന്ന വഴിക്കേ ആ അന്നമ്മച്ചേടത്തിയുടെ വീട്ടിലൊന്ന് കയറണം. എന്തിനാ? പരദൂഷണം പറഞ്ഞിരിക്കാനാ? പിന്നെ ഒരു വീട്ടിൽ പണിക്ക് ആള് വേണമെന്ന് പറഞ്ഞില്ലേ, അത് അന്വേഷിക്കാനാ പോണത്. ഉം. ഒരു പണി പോയിന്ന് വിചാരിച്ചു മിണ്ടാതിരിക്കാൻ പറ്റുമോ? അല്ല, നിങ്ങൾ ഇന്ന് ഏതാ റൂട്ട്? ഏയ് ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്നാ ഒരു കാര്യം ചെയ്യും. ഉം. ഇന്ന് ആ മേനോൻ സാറും മക്കളും വീട് കഴിഞ്ഞ് പോകുകയല്ലേ. കുറെ കുപ്പികളും പേപ്പറുകളും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. ഒന്ന് പോയി ചോദിച്ചു നോക്ക്. ഒത്താലേ നല്ലൊരു കോളാവും. അതൊരു നല്ല ഐഡിയ ആണല്ലോ. എന്നാ പിന്നെ അങ്ങോട്ട് തന്നെ പോവാം. എന്നാ ശരി, നീ വിട്ടോ, ഞാനൊന്ന് പോയിട്ട് വരാം. അതെ, കിട്ടിയത് മുഴുവൻ കള്ളി ഷാപ്പിൽ കൊടുത്തിട്ട് വരല്ലേട്ടാ. ഹേയ്. മോളെ അപ്പു, ഈ ബന്ധങ്ങളെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വേദന നിറഞ്ഞ ബന്ധനങ്ങളാണ്. ആരെയും ലാഭേച്ഛയോടെ അല്ലാതെ സ്നേഹിക്കുന്നില്ല. നീയൊക്കെ കാണുന്നില്ലേ? എൻ്റെ മക്കൾക്ക് ഞാനിപ്പോൾ ഒരു പാഴ് വസ്തുവാണ്. അവർക്ക് ഇപ്പം എൻ്റെ സ്വത്തുക്കൾ മാത്രം മതി. എന്നെ ആർക്കും ആവശ്യമില്ല. അവർ എന്നെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ട് നടതള്ളും. നിന്റെ അമ്മുമ്മ, എൻ്റെ കല്യാണി, അവളുണ്ടായിരുന്നപ്പോൾ അവളുടെ വില എന്തെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇന്നിപ്പോ ഞാൻ ഒറ്റപ്പെട്ടു പോയി മോളെ. ജീവിതത്തിൽ തനിച്ചാവുന്നത് അത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഒന്ന് ആത്മഹത്യ ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നതാണ് മോളെ ഏറ്റവും വലിയ ദുരിതം. അപ്പൂപ്പ, അപ്പോ നീ വരുന്നില്ലേ? മോളെ എണീക്കേ. അപ്പോ അപ്പോ എത്ര നേരം വിളിക്കണോ? ഒന്ന് എണീറ്റ് പോയി റെഡിയാവ്. നിന്റെ ചേട്ടൻ്റെ വർത്തമാനം കേൾക്കുമ്പോഴേ അച്ഛൻ അമേരിക്ക കൊണ്ടുപോകാൻ അത്ര താല്പര്യമില്ലെന്നാണ് തോന്നുന്നത്. നീ ഒന്ന് സൂക്ഷിച്ചിരുന്നോ? ഓ പിന്നെ അതിത്തിരി പുളിക്കും. വീടും പറമ്പും കിട്ടിയിരിക്കുന്നതേ ഇളയ മകൻ ദിവാകരനാ. അപ്പൊ കിടപ്പരോഗി അച്ഛനെ ആരാ നോക്കേണ്ടത്? അവനല്ലേ? പിന്നെ അല്ലാതെ നമുക്ക് എന്തോന്ന് കിട്ടി? 5 ഏക്കർ റബ്ബർ തോട്ടവും 25 ലക്ഷം ഒലിവിയും. നിന്റെ ചേട്ടനല്ലേ ടൗണിലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് കിട്ടിയത്?
അങ്ങനെയാണ് സത്യത്തിൽ കോളടിച്ചത്. നിന്റെ ചേട്ടത്തി എന്താ സാധനം അറിയോ? ഒരു അമേരിക്കക്കാരുടെ പവർ. ഒരു കാര്യം ചെയ്യാം, നമുക്കിനി ഒട്ടും വേയിക്കണ്ട, വേഗം പോവാൻ നോക്കാം. ഓരോരുത്തരുടെ മനസ്സ് മാറുമ്പേ നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പോ വേഗം റെഡിയായി ഇറങ്ങ്. ഉദയൻ, ഇന്ന് രാത്രിയാണ് ഫ്ലൈറ്റ്. നമ്മൾക്കൊരു 5:30 ഇവിടെ നിന്ന് ഇറങ്ങണം. അതിനു മുമ്പ് ആ കിളവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ. പ്ലീസ് നിമ്മി, ഒന്ന് ഒച്ച ഉണ്ടാക്കല്ലേ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇതിലെന്താണ് ഇത്ര ആലോചിക്കാൻ? ഐ ഡോണ്ട് ലൈക്ക് ദ ഓൾഡ് മാൻ. മദർ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. വീട്ടിലെ സർവന്റിനെ ഒഴിവാക്കാമായിരുന്നു. എനിക്കൊരു ഹെൽപ്പെങ്കിലും ആയേനെ. ഇതിപ്പോ നോ 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 നോ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ മൂത്ത മോനല്ലേ. ശാരദയും ദിവാറിനെ ഒഴിവാക്കുന്ന പോലെ എനിക്ക് ഒഴിവാക്കാൻ പറ്റുമോ? പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. വല്ല ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കണം. എന്നിട്ട് മാസം 3 പേരും ഷെയർ ചെയ്ത് ക്യാഷ് കൊടുക്കണം. അല്ലാതെ അച്ഛൻ കിച്ചൻ എന്ന സെന്റിമെന്റ്സും പറഞ്ഞ് അങ്ങോട്ട് കെട്ടിയെടുത്താലുണ്ടല്ലോ, നിങ്ങളെ അവിടെ ഒരു അധികം പറ്റാ. അത് ഓർമ്മ വേണം. ഓക്കെ, ലെറ്റ് മീ ചെക്ക് ദ കറക്റ്റ് സ്റ്റാറ്റസ്. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു. ഓക്കെ. ഉണ്ണി, അല്ല നീയും പോവാണോ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? എനിക്കിതിരി തിരക്കണ്ട ചേട്ടാ. ഇപ്പം തന്നെ 5-10 ദിവസമായില്ലേ ഞാൻ വന്നിട്ട്. രാധികയും മോനും ചടങ്ങ് കഴിഞ്ഞതും പോയതല്ലേ. ഞാൻ ഈ പാർട്ടീഷൻ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടാ നിന്നത്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞില്ലേ, ഇനി ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലടാ, ശരിയെന്നാ. മറ്റേ കാര്യം തീരുമാനിക്കണ്ടേ? ഐ മീൻ അച്ഛൻ്റെ കാര്യത്തിലൊരു തീരുമാനം വേണ്ടേ? ഇയാൾ ഇതുവരെ പോയില്ലേ? സാറേ, ശൗന്തള പറഞ്ഞു ഇവിടെ കുറച്ച് പേപ്പറും കുപ്പികളൊക്കെ കിടക്കുന്നുണ്ടെന്ന്. അത് എടുക്കാൻ വേണ്ടി വന്നാണ്. നല്ല വില തരാം സാറേ. ഒരു ശകുന്തള, വില ഇങ്ങോട്ട് തരണ്ട, വേണേ അങ്ങോട്ട് തരാം. ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്, എടുത്തോണ്ട് പോകാൻ പറ്റുമോ? എന്താണ് സാറേ? ഓഹോ, ഇതാണെന്നല്ലേ അമ്മാവന്റെ പ്ലാൻ. കൊള്ളാം. അപ്പോ നിന്നോടാരെ ഈ കളവൻ അങ്ങോട്ട് ഉന്തിത്തള്ളി കൊണ്ടുവരാൻ പറഞ്ഞ? കുട്ടികളെ നിലയ്ക്ക് നിന്നാൽ മതി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടണ്ട. പാവ അപ്പൂപ്പനെ ഒരു ആക്രിക്കാരന് കൊടുക്കാൻ തുനിഞ്ഞ നിങ്ങളെ അമ്മാവനെന്ന് വിളിക്കാൻ തന്നെ ഭയം തോന്നുന്നു. ഇതാണോ സാറ് പറഞ്ഞ സാധനം? അമ്മാവനൊക്കെ ഇപ്പൊ ഏത് ലോകത്താ ജീവിക്കുന്നത്? മാതാപിതാക്കളെ നോക്കാത്ത മക്കളിൽ നിന്ന് അവർക്ക് എഴുതി കൊടുത്ത സ്വത്തുക്കളെല്ലാം തിരിച്ചു വാങ്ങാൻ ഇപ്പോൾ നിയമമുണ്ട്. അതൊന്നും അറിയില്ലേ അമ്മാവന്? അത് മാത്രമല്ല കുഞ്ഞെ, മാസം ചെലവിനും കൊടുക്കണം. നിർത്തടി അധികം പ്രസംഗി. നീ ആരോടോ സംസാരിക്കുന്നേ? വലിയമ്മാവനോടോ? സോറി പറയടി, എന്നിട്ട് പോയി വണ്ടി കയറ്. അച്ഛനും അമ്മയും വേണേ പൊക്കോ, ഞാനിവിടെ അപ്പൂപ്പന്റെ കൂടെ ഇരുന്നോളാം. പിന്നെ നിങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്ത ഡോക്യുമെന്റ് ഉണ്ടല്ലോ, അതൊക്കെ ഉടൻ തന്നെ ക്യാൻസൽ ആവും. അതിനുള്ള വകുപ്പൊക്കെ ഉണ്ട് അല്ലേ അപ്പൂപ്പ? അത് കലക്കി മോളെ. ഇതിപ്പോ നിന്നെ പോലുള്ള പുത്തൻ തലമുറയുടെ ലോക. ആർദ്രതയില്ലാത്ത മനുഷ്യർക്ക് പലതും പഠിക്കാനുണ്ട് നിങ്ങളിൽ നിന്ന്.